ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ചേമ്പ് കൊണ്ടൊരു നമ്മൾ ചെറിയ ചേമ്പില്ലേ, വെട്ടിയേമ്പല്ല, സാധാരണ ഇതുപോലത്തെ ചേമ്പ്. ഈ ചേമ്പില്ലേ ഇതുകൊണ്ടൊരു മസാല ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഒരു 1/2 കിലോ ഇല്ല, അതിന് 300 ഗ്രാമേ ഉള്ളൂ ഇത്. അപ്പം അത് ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കാം. ഇതിൻ്റെ പിറകെ ഇങ്ങനെ ചുരണ്ടി കൊടുക്കേ. ഇതിങ്ങനെ ചുരണ്ടി എടുക്കുക. എന്നിട്ട് ഇത് ക്ലീൻ ആക്കിയിട്ട് 2-3 വെള്ളത്തിൽ കഴുകി ഞാൻ ഇട്ടേക്കേ. ഇതും കൂടെ അതിനകത്ത് വേറെ വെള്ളത്തിൽ കഴുകിയിടേ, ഞാൻ ചെയ്യാത്. അത് ആദ്യമേ ഞാൻ ഇതും കൂടെ കാണിക്കാം. എന്നിട്ട് ഈ കിഴങ്ങില്ലേ ഇതിനൊരു കിഴുകിരിപ്പുണ്ടല്ലോ, അത് നമുക്ക് വേവിച്ചിട്ട് മാറ്റിയെടുക്കാം. ഇതിങ്ങനെ കണ്ടിച്ചിട്ട് ഇതുപോലെ കണ്ടിച്ചിടുകേ. 2ആയിട്ട് എടുക്കുക. പിന്നെ അതൊന്നുമില്ല, അങ്ങ് ഒരു ചേമ്പ് 4ആയിട്ട്. പിന്നെ ചെറുതൊക്കെ ഇങ്ങനെ 2ആയിട്ട് കണ്ടിച്ചിട്ടാൽ മതി. കണ്ടില്ലേ? അതുപോലെ ഞാൻ ഇതെല്ലാം ഇതുപോലെ ചെയ്തിട്ട് ഇതും കൂടെ ചിരണ്ടി ഇത് കഴുകി ഇതുപോലെ എടുക്കട്ടെ. നമ്മൾ ആ അരിഞ്ഞ ചേമ്പില്ലേ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയേ. അത് കഴുകിയിട്ട് ഇതും നമുക്കെടുത്ത് ഈ പാത്രത്തിലോട്ട് വെക്കാം വേവിക്കാനായിട്ട്. അധികം വേവിക്കേണ്ട, ഒരു 50% വേവിച്ചാൽ മതി. ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് പാതിയെ വേവിക്കാവുള്ളൂ. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പ് കത്തിച്ച് ഇതിന് വേവിച്ചെടുക്കേ. ഒന്ന് അടച്ചു കൊടുക്കാം. നല്ല വെന്ത് പോവരുതേ. നമ്മുടെ ചേമ്പ് നോക്കേ. കുറച്ചിട്ട് ഇത് മതി, ഇത്രയും വെന്താൽ മതി, പാതി വെന്താൽ മതി. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കും. ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണേ. നമ്മളെ കിഴങ്ങ് പാതി വേവിച്ചത് അവിടെ ഇരിക്കട്ടെ. അതിനകത്ത് 2 ടീസ്പൂൺ മല്ലിയില്ലേ, അത് ഇടിക്കുന്ന കല്ലിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് അതും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കേ. നമ്മൾ ഈ പൊടിച്ച ഈ മല്ലിയും കുരുമുളകും ഇല്ലേ, പൊടിച്ചല്ല ചതച്ചെടുത്ത്, അത് ഈ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കേ. പാത്രം ചൂടാവട്ടെ. നമ്മളെ പാത്രം ചൂടായി. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണേ മതി. നമ്മുടെ എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമില്ലേ, അതും ഇട്ട് കൊടുത്തു. തീ കുറച്ച് കൊടുക്കുക. ഇതിനകത്ത് 1/2 ടീസ്പൂൺ അയമോദകം അതും ഇട്ട് കൊടുക്കേ. ഇതിലോട്ട് ഈ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച 1 കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത് അതും എല്ലാം ഇട്ട് കൊടുക്കേ. നല്ലപോലെ ഇളക്കാം. ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ ചതച്ച് വെച്ച എന്തില്ലേ മല്ലിയും കുരുമുളകും അതും ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കേ. ഇതൊന്ന് ഇതൊക്കെ പച്ച മണം ഒന്ന് മാറിയിട്ടുണ്ട്. ഓ, നല്ല മണം വരുന്നു. ആ മല്ലിക്കൊക്കെ ചതച്ചിടുമ്പോൾ നല്ല മണമാണ്.
ഫ്രഷായിട്ടേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. ഇനി ഇതിൽ ഒരു സവാള, വലിയൊരു സവാള കൊത്തി അരിഞ്ഞതേ അതും ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം. ഇത് വാടുന്ന നേരം കൊണ്ട് ഇത് വാടട്ടെ. തീ ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് കരിയും. നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കാം. ഇതിനകത്ത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടേ. 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട്, പിന്നെ 1 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ കടലമാവിട്ട്, ഒരു ടീസ്പൂൺ ഗരം മസാല, എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കേ. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഉള്ളി റെഡിയായി. അതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കിഴങ്ങല്ല, ചെറുചേമ്പ് അതിനകത്തിട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ ഇതുവരെ. കുറച്ച് ഉപ്പ് ചേർക്കാം, ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അല്ല, ഉപ്പ് ഞാൻ കിഴങ്ങിൽ വേവിക്കാനിട്ടിരുന്നു, പിന്നെ ഉള്ളിയിലൊന്നുമില്ല, എന്നാലും വേണം കുറച്ചിട്ട് കൊടുത്ത്. ഇനി ഇതിൽ ഇപ്പോൾ ഒന്നും ചേർക്കണ്ട, ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. തീ കുറച്ച് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ചെറിയ തീയിലാണ് കിടക്കുന്നത്. നമ്മളെ ചേമ്പ് നോക്കേ, അതേ ഇട്ട് കൊടുക്കല്ലേ, 2 മിനിറ്റ് ഇടാവുള്ളൂ. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയെ നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ കിഴങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. അങ്ങ് കുഴഞ്ഞു പോയിട്ടില്ലെന്നേ ഉള്ളൂ, അങ്ങനെ കുഴഞ്ഞു പോവുകയും ചെയ്യില്ലേ. നമ്മുടെ ചേമ്പ് നോക്കേ, തീ എപ്പോഴും കുറഞ്ഞാണ് കിടക്കുന്നതേ, ഞാൻ കൂട്ടിയിട്ടില്ല. മതിയേ. ഇനി ഇതിനകത്ത്
നല്ല മണമുണ്ട് കേട്ടോ. ഇപ്പം എടുത്ത് മിക്സ് ചെയ്ത് വെച്ച മസാലകളില്ലേ, മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും കടലമാവും ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്കൊരു ശകലം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. കാര്യം ആ മസാലയുടെ എല്ലാം കൂടെ ഒരു തോനക്കൊരി ഒഴിക്കൽ, ഒരു ശകലം. ഒരു 2 കൈക്ക് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കാം. നമ്മളെ കിഴങ്ങ് നോക്കേ. കിഴങ്ങല്ല, ചേമ്പ്. എപ്പോഴും കിഴങ്ങെന്നാണ് പറയുന്നത്. കിഴങ്ങൊക്കെ റെഡിയായി. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ, കുറച്ച് മല്ലിയില അതും ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് അടച്ചിടുകയൊന്നും 2 മിനിറ്റോ 1 മിനിറ്റോ ഒന്ന് കിടക്കേണ്ട, അടച്ചിടേണ്ട ഒന്നും വേണ്ട. ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ തീ അണച്ചിട്ടില്ല. നല്ല മണമാണ്, നല്ല മണം വരുന്നുണ്ട്. നല്ല ചേമ്പിഞ്ഞി ഇങ്ങനെ വെക്കണേ. ഇനി ഇതിനകത്ത് ഇത് നമുക്ക് ഇനി ഒന്നുമില്ല, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കണ്ടില്ലേ നമ്മളെ ചേമ്പ് മസാല നല്ല ടേസ്റ്റായതേ. ആ ചേമ്പൊക്കെ ആയിട്ട് ആ മസാല അങ്ങ് പിടിക്കും. കാര്യം കടലമാവൊക്കെ അല്ലേ, അത് നല്ല അതിനൊരു ചേമ്പിനൊരു കോട്ടിങ് കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ.